ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വർഷത്തെ നവരാത്രി ഘോഷയാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം എല്ലാ വർഷവും ഘോഷയാത്ര ഓരോ വർഷം കഴിയുന്തോറും വളരെ നല്ല രീതിയിൽ ഒരുപാട് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ കാണാനായിരുന്നാലും ഒരുപാട് ആളുകൾ ഇപ്പോൾ പഴയ പോലെ തന്നെ അത് കാണാൻ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയാസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടെ നമ്മുടെ ഈ ഘോഷയാത്രയുടെ വിശേഷങ്ങളും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുപാട് പേരിൽ കാണാൻ പറ്റാത്തവരുടെ അടുത്തൊക്കെ എത്തിക്കാനുള്ളൊരു അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് സോഷ്യൽ മീഡിയാസിനുണ്ട്. എന്നാലും നേരിട്ട് കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ മുന്നേ തന്നെ ഓരോ അമ്പലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് തിരിക്കുകയും ഓരോ സ്ഥലത്തെത്തി പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ പതിയെയാണ് ട്രിവാൻഡ്രത്തോട്ട് എത്തുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തെ നവരാത്രി ആഘോഷം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. ഓൾറെഡി 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ ആര്യശാല ആ ഒരു ഭാഗത്ത് പോയി നിൽക്കും, ഈസ്റ്റ് സൈഡിൽ പോയി നിൽക്കും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരമന സൈഡിൽ നിന്നാണ് കേട്ടോ കണ്ടത്. നമ്മുടെ കരമന ബ്രാഹ്മിൻസിൻ്റെ ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പം അവിടെയാണ് എല്ലാ ഈ ഫ്ലോട്ടും കാര്യങ്ങളും ഹോഴ്സ് എല്ലാ സംഭവങ്ങളും കേട്ടോ എല്ലാം അവിടെ വന്നിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. എന്നിട്ട് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി സരസ്വതി ദേവി അവിടെ കുടിയിരുത്തി കുമാരസ്വാമിയും 300 മങ്കയും കൂടെ തിരിച്ച് കുമാരസ്വാമി ആര്യശാല ദേവി ക്ഷേത്രത്തിൽ 300 മങ്ക ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലുമായിട്ടാണ് കുടികൊള്ളാനായിട്ട് പോകുന്നത് ഈ ഒരു 10 ദിവസം. അപ്പം നമ്മൾ അമ്പലത്തിൽ തൊഴാനായിട്ട് പോകുമ്പോൾ സരസ്വതി ദേവിയെയും ആര്യശാലയിൽ പോയിട്ട് മുരുകസ്വാമിയെയും ചെന്തിട്ടയിൽ പോയിട്ട് 300 മങ്ക അഥവാ കുണ്ടണി മങ്കയും കൂടെ തൊഴുതിട്ടാണ് നമ്മൾ ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആര്യശാലയിൽ പോകുന്ന സമയത്ത് വെള്ളിക്കുതിരയിലാണ് കുമാരസ്വാമി വരുന്നത്, സരസ്വതി ദേവി വരുന്നത് ആനപ്പുറത്താണ്, 300 മങ്ക വരുന്നത് തേരിലാണ്. 300 മങ്ക വരുന്ന തേരും ആര്യശാലയിൽ കുമാരസ്വാമി വരുന്ന വെള്ളിക്കുതിരയും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പം പണ്ടൊക്കെ വെള്ളിക്കുതിരയെ കാണാനൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം വെള്ളിക്കുതിരയുടെ പുറത്ത് കുമാരസ്വാമി ഇരുന്ന് വരുന്നു എന്നുള്ളത് ഇപ്പോൾ കുറച്ച് വളരെ ഒരു 5 വർഷത്തിൽ കുറഞ്ഞ് ആണ് ഞാൻ അത് മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ കണ്ണിൽ ആ വെള്ളിക്കുതിരയാണ് മുരുകസ്വാമി എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. പിന്നെയാണ് അതിൻ്റെ പുറത്തിരുന്നാണ് മുരുകസ്വാമിയെ കൊണ്ടുവരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പോൾ എല്ലാ തവണയും പോയി തൊഴാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് ആ ഒരു പൂജാനുഷ്ഠാനങ്ങൾ വളരെ ചിട്ടയോടുകൂടി എല്ലാ വർഷവും ഇത് അനുഷ്ഠിച്ച് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യമായിട്ട് കാണാൻ പറ്റിയതിൽ വളരെ ഒരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. ഇവിടെ തന്നെ കാണാനായിട്ട് ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഈ ഘോഷയാത്രയുടെ കൂടെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് കയറിയപ്പോൾ തൊട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സരസ്വതി ദേവി അവിടെ പോയതിന് ശേഷം ബാക്കി 2 പേരും ആര്യശാലയിലും ചെന്തിട്ടയിലും പോകുന്ന ആ ഒരു അവരുടെ ആ ഒരു റൂട്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ ഒരുപാട് പേര് കൂടെ നടക്കുന്നവരുണ്ട്. നമ്മളെപ്പോലെ തന്നെയുള്ള ഇതിൻ്റെ ഉള്ള ഭാരവാഹികളൊന്നും അല്ലാത്തവർ പോലും കൂടെ നടക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയ വീഡിയോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പണ്ടൊക്കെ ഈ ഒരു ഫ്ലോട്ടൊക്കെ കാണാനായിട്ട് ഞങ്ങൾ മിക്കവാറും ചാല ആ ഭാഗത്തൊക്കെ ആയിരിക്കും പോയി നിൽക്കുക. ഒരുപാട് സമയമാവും, ഒരു 7 മണി 7:30 ആവും. കാരണം പതിയെ ഓരോ കളികളൊക്കെ കളിച്ച് വളരെ പതുക്കെ ആയിരിക്കും നടന്ന് വരിക. അപ്പോൾ ഇവിടെ കരമനയിലെത്തി ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വീട്ടിൻ്റെ അടുത്ത് ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റി. വേറൊരു കാര്യം, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാം. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും.
ഇതൊരു തമിഴ് ആൻഡ് കേരള കൾച്ചറിൻ്റെ ഒരു മിക്സപ്പാണ്. തമിഴ്നാട്ടിൽ നിന്ന് അതേ അനുഷ്ഠാനങ്ങളിൽ അവരുടെ രീതിയിൽ കൊണ്ടുവരുന്ന ദൈവം 3 ദൈവങ്ങളാണ്. അവിടെ നിന്ന് 3 പേരും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും നമ്മുടെ സരസ്വതി ദേവിയും പിന്നെ എനിക്ക് തോന്നുന്നു കുമാരകോവിലിൽ നിന്നാണ് നമ്മുടെ മുരുകസ്വാമി വരുന്നത്. പിന്നെ മുന്നൂറ്റിമങ്ക വരുന്നത് ഏത് അമ്പലത്തിൽ നിന്നാണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഫുൾ സ്റ്റോറി പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്തോ കണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി കുറച്ചും കൂടി കറക്റ്റായിട്ട് മനസ്സിലായത്. അപ്പോൾ സരസ്വതി ദേവി ഒറ്റയ്ക്ക് വരുന്നതിന് ഒരു തുണയായിട്ടാണ് കുമാരസ്വാമി വരുന്നത്. അപ്പം ബോറടിക്കാതിരിക്കാൻ ഒരു കൂട്ടായിട്ട് ഒരു കൂട്ടിനായിട്ടാണ് നമ്മുടെ 300 കൂടെ വരുന്നത്. ആ ഒരു രീതിയിലാണ് ആ ഒരു ഐതിഹ്യം പറഞ്ഞു പോകുന്നത്. അത് മാത്രമല്ല ഇതൊരു തമിഴ് ആൻഡ് കേരള കൾച്ചറിൻ്റെ ഒരു മിക്സപ്പാണ്. ഒരു കൂട്ടായ്മ, ഒരു കോമ്പിനേഷൻ പോലെയാണ്. വളരെ ഐക്യത്തോടു കൂടി ഒരു യൂണിറ്റിയോടു കൂടി തമിഴ്നാടുകാരും കേരളക്കാരും ഒരുമിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ നവരാത്രി ആഘോഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ വെട്ടത്തിൻ്റെ ഇതിൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇവിടെ കരമന വന്ന സമയത്ത് എന്തോരം വെട്ടമുണ്ടായിരുന്നു. ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പം എത്തിയതേ ഉള്ളൂ. അപ്പോൾ 3 പേരും ഒരുമിച്ച് അവിടെ എത്തി. സരസ്വതി ദേവി അവിടെ കുടിയിരുത്തിയതിന് ശേഷമാണ് ബാക്കി 2 പേരും അതാത് അമ്പലങ്ങളിൽ കുടിയേറാനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഒരു ഇമോഷൻ തന്നെയാണ്. നമ്മുടെ ഈ നാട്ടിൽ മാത്രമാണ് സെലിബ്രേഷൻ, കൾച്ചറിന് കൾച്ചർ, ആചാരത്തിന് ആചാരം. എനിക്ക് ഇത്രത്തോളം എല്ലാ കാര്യങ്ങളും ഇത്രയും എല്ലാം ഒരുപോലെ കണ്ട് റെസ്പെക്റ്റ് ചെയ്ത്, ഇപ്പം നവരാത്രി മാത്രമല്ല, ഓണമാണെങ്കിൽ ആ രീതിയിൽ, ആറ്റുകാൽ പൊങ്കാലയാണെങ്കിൽ ആ രീതിയിൽ, ക്രിസ്മസ് ആണെങ്കിൽ ആ രീതിയിൽ, ന്യൂ ഇയർ സെലിബ്രേഷൻ ആണെങ്കിൽ ആ രീതിയിൽ, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ്റും കൂടെ നിൽക്കുന്നു. നമ്മുടെ ആളുകളും എല്ലാവരും ആ ഒരു ഇവിടെ പൂജവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്വാമി വരും, അപ്പം ഫ്ലോട്ട് ഉണ്ടാവും, ഘോഷയാത്ര ഉണ്ടാവും, 10 ദിവസം ഉത്സവമാണ്, അങ്ങനെ ഒരു കാര്യം. പിന്നെ ഓണമാണെങ്കിൽ ആ ഓണാഘോഷം ഉണ്ടാവും. ഇങ്ങനെയാണ് കാര്യങ്ങൾ, അത്തപ്പൂക്കളം, മത്സരം, കാര്യങ്ങൾ, കളികൾ, അങ്ങനെ. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആണെങ്കിൽ ലൈറ്റ്സ് ഉണ്ടായിരിക്കും, കനകുന്നിൽ ഇതുണ്ടാവും, ഒരു ട്രീറ്റ് ഫെസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങൾ. വെക്കേഷനൊക്കെ ആണെങ്കിൽ അങ്ങനെ, വെക്കേഷൻ സമയത്താണ് നമ്മുടെ ഈദും ഈസ്റ്ററും ഒക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് അങ്ങനെ ഒരു കാര്യങ്ങൾ. അപ്പം മൊത്തത്തിൽ നമ്മുടെ എന്താ പറയുന്നത്, കേരള എല്ലാ ട്രഡീഷൻസും കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഈ ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മളെ ക്യാപിറ്റൽ സിറ്റിയിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. ഇതൊക്കെ ഒന്ന് കണ്ട് വിറ്റ്നസ് ചെയ്യാനായിട്ട് ഒരുപാട് പേരാണ് ഇവിടെ വന്ന് കണ്ടിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൺമുന്നേ നടക്കുന്നത് കൊണ്ട് മേ ബി അതിൻ്റെ ആ ഒരു വേർത്ത് അത്രത്തോളം നമുക്കറിയില്ലായിരിക്കാം. ട്രിവാൻഡ്രത്തിൽ ജനിച്ചതിൽ, വളരാൻ സാധിച്ചതിൽ, ഇപ്പോഴും ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അങ്ങനെ ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സരസ്വതി ദേവിയെ കുടിയിരുത്താനായിട്ട് പോവുകയാണ്.
അപ്പോൾ നിങ്ങളും ഇതുപോലെ ഘോഷയാത്രയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം. നിങ്ങളുടെ ഓർമ്മകൾ പറയുക, അഭിപ്രായമല്ല ഓർമ്മകൾ പറയുക. കുഞ്ഞുനാളിലെ ഞാൻ ഒരുപാട് കാണാൻ പോയിട്ടുണ്ട്, കാത്തിരുന്നാണ് കേട്ടോ പോകുന്നത്. അപ്പം സ്വാമി വന്ന് നെക്സ്റ്റ് ഡേ തൊട്ട് 10 ദിവസം, വിജയദശമി വരെ 10 ദിവസം വ്രതമൊക്കെ പിടിച്ച് എഴുത ബുക്സൊക്കെ ഞാൻ പാടുള്ള ബുക്കൊക്കെ ആയിരിക്കും, പഠിക്കാൻ പാടുള്ള ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും ഒക്കെ ആയിരിക്കും. മിക്കവാറും എനിക്ക് മാത്സ് ആയിരിക്കും. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ചെയ്ത് ഞാൻ പൂജ വയ്പ്പിന് വെക്കാറുണ്ട്. അപ്പം ഇത്തവണയും വെക്കണം. ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണയും ബുക്സൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അപ്പം നമുക്ക് സരസ്വതി ദേവി ബുക്സിൻ്റെ പഠിത്തത്തിൻ്റെ ഇതിനും കുമാരസ്വാമി ആയുധ പൂജ അതിൻ്റെ ഒരു ഇതിനും നമുക്കൊരു ശക്തി, ഒരു പവർ, അതിൻ്റെ ഒരു സിംബലൈസ് ചെയ്യാനായിട്ടാണ് 300 മംഗ. അങ്ങനെയാണ് 3 പേരെയും ഈ ഒരു വിജയദശമിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാവുന്ന രീതിയിലാണ് ഹിസ്റ്ററി കാര്യങ്ങൾ ഞാൻ പ്രസൻറ്റ് ചെയ്തത്. ആൻഡ് പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാലേ ഉള്ളൂ, പക്ഷേ കാര്യങ്ങളൊക്കെ സത്യമാണ് കേട്ടോ. എനിക്ക് ക്ലിയർ അല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഇതുപോലത്തുള്ള നമ്മുടെ ട്രിവാൻഡ്രത്ത് എന്ത് നടന്നാലും വ്ളോഗുമായിട്ട് ഈ ചാനലിൽ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരെയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ, ടാറ്റ. അപ്പം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ.